എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്കും ഓപ്ഷൻ ട്രേഡിംഗ് ലേണിംഗ് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയില് നമ്മൾ ഓപ്ഷൻസിന്റെ മറ്റ് കുറച്ച് കണ്ടന്റുകളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എന്താണ് പഠിച്ചത്? എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്നും, എന്താണ് ഓപ്ഷൻ സെല്ലിംഗ് എന്നും, എന്താണ് ഓപ്ഷൻ ബൈയിങ് എന്നും, അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. സിമ്പിൾ ആയിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവര് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ഓപ്ഷൻ ട്രേഡിംഗ് എന്താന്ന് പറഞ്ഞാൽ ഒരു അസറ്റിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന കോൺട്രാക്റ്റുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അതാണ് ഓപ്ഷൻസ് ട്രേഡിംഗ്. ആ അസറ്റ് എന്തുമാവാം, ഇൻഡെക്സ് ആവാം, സ്റ്റോക്സ് ആവാം, കമ്മോഡിറ്റി ആവാം, എന്തുമാവാം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഏതാണ്? നിഫ്റ്റി 50 അല്ലെ? അപ്പോൾ ഈ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിനെ അടിസ്ഥാനപ്പെടുത്തി മൂവ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഓപ്ഷൻ സെല്ലിംഗ് വന്നു, ഓപ്ഷൻ ബൈയിങ് വന്നു, കോൾ ഓപ്ഷൻ വന്നു, പുട്ട് ഓപ്ഷൻ വന്നു. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ പഠിക്കുന്നതെന്നും പറഞ്ഞു. അതിന്റെ കാരണവും നമ്മൾ പറഞ്ഞു അല്ലെ? അതില് ഓപ്ഷൻ ബൈയിങ് എങ്ങനെയാണെന്ന് പറഞ്ഞത്? നിഫ്റ്റിയുടെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയും, നിഫ്റ്റിയുടെ പ്രൈസ് താഴോട്ട് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ചെയ്യും അല്ലെ? അപ്പോ അതില് ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും എന്താന്ന് പറഞ്ഞു? നമ്മൾ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് മുകളിലോട്ട് പോകുമ്പോൾ കോൾ ഓപ്ഷനും താഴോട്ട് വരുമ്പോൾ പുട്ട് ഓപ്ഷനും എടുക്കണമെങ്കിൽ പ്രൈസ്, ഇപ്പൊ നിഫ്റ്റിയുടെ പ്രൈസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അല്ലേ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ പ്രൈസ് താഴോട്ട് വരികയാണെന്ന് മനസ്സിലായാൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അതില് കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനുണ്ട്. സ്ട്രൈക്സ് ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുക. അതായത് ഇപ്പോൾ നിഫ്റ്റി എന്ന ഇൻഡെക്സിൽ നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്ട് അല്ല ഉണ്ടാവുക, ഒരു കോൾ ഓപ്ഷന്റെ കോൺട്രാക്റ്റും ഒരു പുട്ട് ഓപ്ഷന്റെ കോൺട്രാക്റ്റും അല്ല ഉണ്ടാവുക. ഓരോ റൗണ്ട് ഫിഗറിലും, അതായത് 25,000 ഒരു കോൾ ഓപ്ഷൻ ഉണ്ടാവും, 25,000 ഒരു പുട്ട് ഓപ്ഷൻ ഉണ്ടാവും, 25,050 ഒരു കോൾ ഓപ്ഷൻ ഉണ്ടാവും, 25,050 ഒരു പുട്ട് ഓപ്ഷൻ ഉണ്ടാവും, 25,100, 25,150, 25,200 അങ്ങനെ താഴോട്ടും മുകളിലോട്ടും എല്ലാം ഓരോ 50 പോയിന്റ് കൂടുമ്പോഴും നിഫ്റ്റിയിൽ ഓരോ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. അതിൽ തന്നെ കോളും ഉണ്ടാവും, പുട്ടും ഉണ്ടാവും. ഇതുപോലെ തന്നെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ 100 പോയിന്റ് ഡിഫറൻസിൽ, നിഫ്റ്റിയിൽ 50 പോയിന്റ് ഡിഫറൻസിലാണെങ്കിൽ അതിലൊക്കെ 100 പോയിന്റ് ഡിഫറൻസിലായിരിക്കും നമുക്ക് ഈ കോൺട്രാക്റ്റുകൾ കാണാൻ പറ്റും. അതേപോലെ ഫിഡ് നിഫ്റ്റി, മിഡ് ക്യാപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ 25 പോയിന്റ് ഡിഫറൻസിലും നമുക്ക് ഈ കോൺട്രാക്റ്റുകൾ കാണാൻ പറ്റും. അപ്പൊ ഇതിലെ കോൺട്രാക്റ്റുകൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഏത് കോൾ ഓപ്ഷന്റെ കോൺട്രാക്റ്റ് ആണ് എടുക്കേണ്ടത്, പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഏത് പുട്ട് ഓപ്ഷന്റെ കോൺട്രാക്റ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അത് സിമ്പിൾ ആണ്. ഒരു 5 മിനിറ്റിൽ അത് പഠിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ അതിനു മുൻപ് നമുക്കിപ്പോ കോൺട്രാക്ട് ഒക്കെ സെലക്ട് ചെയ്യുന്നത് അവിടെ ഇരിക്കട്ടെ, അതിനു മുൻപ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇപ്പോ കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ നിഫ്റ്റി മുകളിലോട്ട് പോകുവാണെന്ന് നമുക്ക് അറിയണല്ലേ. അപ്പൊ അതിന് ഡയറക്ഷൻ മനസ്സിലാവണം. പ്രൈസ് എങ്ങോട്ടാണ് എന്നുള്ള ഡയറക്ഷൻ മനസ്സിലാവണം. പ്രൈസ് എങ്ങോട്ടാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതില് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇൻട്രാഡേ ഇക്വിറ്റിയുടെ സീരീസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഡോ തിയറി പറഞ്ഞിട്ടൊരു ടോപ്പിക് പഠിച്ചു അല്ലെ? ഡോ തിയറി എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു. പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഇതേപോലെ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. മുകളിലോട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് മുകളിലോട്ട് പോകും. പ്രൈസ് താഴോട്ടാണെങ്കിൽ സിഗ്സാഗ് ആയിട്ട് താഴോട്ട് വരും. ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുക. എപ്പോഴും മാർക്കറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ് ട്രെൻഡ് ആണെങ്കിൽ, മുകളിലോട്ടാണ് ട്രെൻഡ് എങ്കിൽ പ്രൈസ് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. പ്രൈസ് താഴോട്ടാണെങ്കിൽ ഇതേപോലെ സിഗ്സാഗ് ആയിട്ട് താഴോട്ടായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക, അതായത് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രൈസ് സിഗ്സാഗ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ പോയാലും ഇങ്ങനെ കാണാൻ പറ്റും. 1 മിനിറ്റ് നിഫ്റ്റി, ഇതിപ്പോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. 1 മിനിറ്റ് വെച്ചാലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും.
5 മിനിറ്റ് വെച്ചാലും ഇങ്ങനെ കാണാൻ പറ്റും, 15 മിനിറ്റ് വെച്ചാലും ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് പോയിട്ടുണ്ടാവുക, അവർലി വെച്ചാലും ഇങ്ങനെയായിരിക്കും, വീക്ക്ലി വെച്ചാലും ഡേയ്സ് വെച്ചാലും മന്ത്ലി വെച്ചാലും എല്ലാം പ്രൈസ് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതില് ഒരു ഇൻട്രാഡേ ട്രേഡർ, അതായത് ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ആളാണ് എങ്കിൽ 15 മിനിറ്റിന്റെ അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ ട്രെൻഡിനെ ട്രേഡ് ചെയ്യണം. 15 മിനിറ്റ് ആണ് ബെസ്റ്റ്. ട്രേഡ് ചെയ്യുമ്പോൾ 15 മിനിറ്റിന്റെ ട്രെൻഡ്, 15 മിനിറ്റിൽ നമുക്ക് ഇങ്ങനെ കാണുന്നുവെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് മുകളിലോട്ടാണ്. 15 മിനിറ്റിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് താഴോട്ടാണ്. അപ്പൊ ഇവിടെ ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അപ് ട്രെൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻട്രി പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ താഴെയായിരിക്കും. അതായത് പ്രൈസ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഒരു ഡിസ്കൗണ്ടിലേക്ക് വരും, ഒന്ന് താഴോട്ട് വരും, എന്നിട്ട് ഈ പോയിന്റ് നമ്മൾ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഹൈ ആണ്. കാരണം എന്താണ്, അപ് ട്രെൻഡ് ആണെങ്കിൽ സിക്സാഗ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എത്തിയിട്ട് പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ, മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ടാർഗറ്റ് കിട്ടും അല്ലെ. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് ഇതായിരിക്കും. പിന്നീട് വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ രേഖപ്പെടുത്തുന്ന ലെവൽസ് ആണ്. ലെവൽസ് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് മുന്നോട്ട് പഠിക്കാം. അപ്പോൾ എപ്പോഴാണ് ഒരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് ആവുന്നത്? തൊട്ട് മുൻപുണ്ടാക്കിയ ലോ, അതായത് പ്രൈസ് ഇങ്ങനെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ, ഇതിനെ പറയുന്നത്, ഇത് ഡൗ തിയറി ആണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഡൗ തിയറി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലേണിംഗ് സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഡൗ തിയറിയുടെ വീഡിയോ കാണാം. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട്, എന്നാൽ ഷോർട്ട് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ഒരു പോയിന്റ് നിന്ന് മുകളിലോട്ട് കയറി ഒരു ഹൈ ഉണ്ടാക്കി, പിന്നീട് അത് ഒരു ലോ ഉണ്ടാക്കി. ഇതാണ് ഹയർ ലോ. പിന്നീട് ഉണ്ടാക്കുന്ന ഹൈ, ഹയർ ഹൈ, പിന്നീട് വരുന്ന ലോ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഇത് തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട്, അതായത് അവസാനമായിട്ട് ഉണ്ടാക്കിയ ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ടായി. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എൻട്രി എടുക്കണോ? വേണ്ട. അതൊന്ന് മുകളിലോട്ട് കയറി റീടെസ്റ്റ് എടുക്കും. ആ റീടെസ്റ്റ് എവിടെ വരും എന്നുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഇതിന്റെ അപ്പുറത്തേക്ക് പ്രൈസിൽ മൂവ്മെന്റ് വരുന്നില്ല. ഇങ്ങനെയാണ് ഏത് സമയത്തും പ്രൈസ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുക. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇങ്ങനെയായിരിക്കും എപ്പോഴും പ്രൈസ് മൂവ് ചെയ്യുക. ഡൗൺ ട്രെൻഡ് ആണെങ്കിലോ ഒരു ഹൈന്ന് ഒരു ലോ ഉണ്ടാക്കും, പിന്നീട് അതൊരു ലോവർ ഹൈ ഉണ്ടാക്കും, പിന്നീട് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഇങ്ങനെ പോകുന്ന മാർക്കറ്റില് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, ഒരു ഹൈ ഉണ്ടാക്കി ചാടി കയറി എൻട്രി എടുക്കാതെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഇതിനെ പറയുന്നതാണ് ഡിസ്കൗണ്ട് സോൺ. ഇതൊക്കെ ഡിസ്കൗണ്ട് സോൺ ആണ്. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഹൈ ആണ്. അപ്പോൾ ഒരു ട്രെൻഡ് ഇങ്ങനെ അപ് ട്രെൻഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് പൊസിഷണൽ ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ എൻട്രി എടുക്കും. അതായത് ആ ഒരു ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ പോകുന്നത് ഫുള്ളി ക്യാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മുന്നോട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സ്കാൽപ്പിങ്ങിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതായത് പെട്ടെന്ന് എൻട്രി എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ, പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ലെവൽ വരെ എടുത്തിട്ട് അവർ എക്സിറ്റ് ആവും. ഇല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് വെയിറ്റ് ചെയ്യും. പ്രൈസ് ഒന്നുകൂടി മുകളിലോട്ട് കയറുമ്പോൾ താഴോട്ട് വന്നിട്ട് ഒരു പോയിന്റിൽ ഡിസ്കൗണ്ട് തരും. അപ്പോൾ ഈ ഡിസ്കൗണ്ട് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവർ വീണ്ടും റീ എൻട്രി എടുക്കും. ഇവിടെ ടാർഗറ്റ് വയ്ക്കും, അതായത് ഡി ഹൈ, ഇവിടെ ടാർഗറ്റ് വയ്ക്കും, എക്സിറ്റ് ആവും. വീണ്ടും ഇവിടെ നിന്ന് എൻട്രി എടുക്കും, ഇത് ടാർഗറ്റ് ആക്കി വയ്ക്കും, എക്സിറ്റ് ആവും. എന്നിട്ട് പ്രൈസ് മുകളിലോട്ട് കയറിയിട്ട് താഴോട്ട് വരുമ്പോൾ തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം അവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് ആയി. അങ്ങനെ റിവേഴ്സ് ആയെങ്കിൽ പിന്നീട് ഒരു റീടെസ്റ്റ് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് കയറും. ആ റീടെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടുന്ന് എൻട്രി എടുക്കും, താഴോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതായിരിക്കും. ഇവിടെ നിന്ന് എക്സിറ്റ്, വീണ്ടും താഴോട്ട് പോയിരുന്നിട്ട് ഒന്ന് മുകളിലോട്ട് കയറും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വീണ്ടും എൻട്രി, ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെക്കും, എക്സിറ്റ് ആവും. വീണ്ടും ഒരു റീടെസ്റ്റ് എടുക്കും, അവിടെ നിന്ന് എൻട്രി, ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് വെക്കും, എക്സിറ്റ് ആവും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും.
ഇതിന്റെ അപ്പുറത്തേക്ക് മാർക്കറ്റിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ടും ചാർട്ടിനെ കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്രത്തോളം ചാർട്ടിൽ ഇത് കണ്ട് മനസ്സിലാക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ജസ്റ്റ് ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും അത് നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ സ്വയം അത് പരീക്ഷിക്കേണ്ട വേണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം പരീക്ഷിക്കുക. ജസ്റ്റ് ഇത്രയൊന്ന് പരീക്ഷിച്ചാൽ മതി. അതായത് പ്രൈസ് ഇങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് എന്ന് നോക്കുക. ഒരു ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ, ഒരു അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മുകളിലോട്ട് കയറും. എന്നിട്ട് അത് താഴോട്ട് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് വരും. ഇത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെടണം. ഇത് തന്നെ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡ് ആകുമ്പോഴോ പ്രൈസ് ഒരു ലോ ഉണ്ടാക്കും, പിന്നീട് അതൊരു ലോവർ ഹൈ ഉണ്ടാക്കും. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എപ്പോഴാണോ തൊട്ട് മുൻപുണ്ടാക്കിയ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ അത് അപ് ട്രെൻഡിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് അതൊന്ന് മുകളിലോട്ട് കയറി പിന്നെ താഴോട്ട് വരും. പിന്നെ പ്രൈസ് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടെ എന്താണ്ടായേ? ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ഒരു പോയിന്റ്. പിന്നെ ലോവർ ലോ ഉണ്ടാക്കി പിന്നീട് ഒന്ന് മുകളിലോട്ട് കയറി. മുകളിലോട്ട് കയറിയപ്പോൾ ഇപ്പോൾ ഇതൊന്ന് മുകളിലോട്ട് കയറിയപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തില്ല എന്ന് വിചാരിക്കുക. പിന്നീട് വരുന്ന ഹൈ ഈ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ട്രെൻഡ് റിവേഴ്സലായി. റിവേഴ്സലായ ചാടി കയറി എൻട്രി എടുക്കണോ? വേണ്ട. അതൊന്ന് താഴോട്ട് വരും. അതായത് ഡിസ്കൗണ്ട് നമുക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തരും. ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഹൈ, പിന്നീട് മുകളിലോട്ടുള്ള ലെവൽസ്. ഇതാണ് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡ് ആവുന്നത്. ഇത് അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡ് ആവുന്നത്. എല്ലാ ടൈം ഫ്രെയിമിലും പ്രൈസ് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് ഒരു 1 മിനിറ്റിൽ പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്, പിന്നെ 5 മിനിറ്റോ 15 മിനിറ്റോ വെച്ചിട്ട് ആ ഒരു ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്, 1 അവർ ടൈം ഫ്രെയിമിൽ പ്രൈസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ 1 ഡേ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ്, വീക്ക്ലിയിൽ എങ്ങനെയാണ്, ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്, ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബാക്കി ഇതിൽ നമുക്ക് എൻട്രി എങ്ങനെയാന്ന് പറഞ്ഞല്ലോ, ഇത് റഫ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് നമ്മുടെ എൻട്രീസ് വരിക. പൊസിഷണൽ ട്രേഡിംഗ് എങ്ങനെയാന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഇങ്ങനെ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും. അതായത് എങ്ങനെ മുകളിലേക്ക്, ട്രെൻഡ് മുകളിലേക്കാണെങ്കിൽ ഡിസ്കൗണ്ട് എൻട്രി, ഡിസ്കൗണ്ട് എൻട്രി, ഡിസ്കൗണ്ട് എൻട്രി. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഹൈ, തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഹൈ, തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഹൈ. എപ്പോഴാണോ അവസാനമായിട്ട് ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്യുന്നത്, ഹയർ ലോ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പൊ ട്രെൻഡ് റിവേഴ്സൽ. അങ്ങനെ റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് ഡിസ്കൗണ്ടിക്ക് വരാൻ വേണ്ടി ഒന്ന് മുകളിലോട്ട് കയറും. അങ്ങനെ കയറുമ്പോൾ അവിടെ നിന്ന് എൻട്രി, വീണ്ടും താഴോട്ട് ട്രേഡ്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇത്, വീണ്ടും ഡിസ്കൗണ്ട് തരും, ഫസ്റ്റ് ടാർഗറ്റ് ഇത്, വീണ്ടും ഡിസ്കൗണ്ട് വരും, ഫസ്റ്റ് ടാർഗറ്റ് ഇത്. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ അങ്ങനെ, പിന്നെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം റഫായിട്ട് മനസ്സിലാക്കുക. ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് ഇത്ര കാര്യം നോക്കുക. പ്രൈസ് ഇങ്ങനെ തന്നെയാണോ മൂവ് ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചാർട്ട് എടുത്ത് നോക്കുക. ശേഷം ലൈവ് മാർക്കറ്റിൽ ഇത് ഇങ്ങനെ തന്നെയാണോ വർക്ക് ആവുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടു ബോധ്യപ്പെടുക. ഓക്കെ, ഇന്നത്തെ കണ്ടന്റ് നമുക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് ചിലർക്ക് ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിയുമായിരിക്കും. പക്ഷെ നിങ്ങളത് ചിലപ്പോൾ തള്ളിക്കളഞ്ഞവരായിരിക്കാം. ഇതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളഞ്ഞവരായിരിക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓപ്ഷൻസിൽ ഞാൻ എൻ്റെ അറിവിൽ ഇതിലും എളുപ്പത്തിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിൽ കേട്ടോ, ഉണ്ടാവാം, പക്ഷെ എൻ്റെ അറിവിൽ ഇല്ല. ഓക്കെ, അത്രയും സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങളുള്ളത്. അത് എത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നോ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കാം, ബയോയിലല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിലും ജോയിൻ ചെയ്യാം. ഷോർട്ട് ടേമോ ഇൻട്രാഡേ ഇക്വിറ്റിയോ ഏത് ചെയ്യുന്നവർക്കാണെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ആ ഒരു ഗ്രൂപ്പ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ
നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.